ഓം ശ്രീരാമചന്ദ്രായ നമാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ഉത്തരകാണ്ഡം 20-ാം സർഗം രാവണ നാരദ സമാഗമം അതാണ് വ്യാഖ്യാനിക്കുന്നത്. രാക്ഷസാധിപൻ മേഘങ്ങൾക്ക് മുകളിലെ മുനിവരനായിരിക്കുന്ന നാരദനെ കണ്ടുമുട്ടിയെന്നു. തതോ വിത്രാസയൻ മർത്യാൻ പൃഥിവ്യാം രാക്ഷസാധിപ ആസസാദക്കനേ തസ്മിൻ നാരദം മുനിപുങ്കവം. മുനിപുങ്കവനായിരിക്കുന്ന നാരദനെ കാണുവാനായിട്ട് ഇടയായി. തുടർന്ന് അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് സസ്യാഭിവാദനം കൃത്വ ദശഗ്രീവോ നിശാചര, നിശാചരനായിരിക്കുന്ന ദശഗ്രീവൻ അദ്ദേഹത്തെ വന്ദിച്ചു. അബ്രവീത് കുശലം പൃഷ്ട്വ ഹേതുമാഗമനസ്യ, കുശല പ്രശ്നമൊക്കെ ചെയ്തുകൊണ്ട് ആഗമന കാരണത്തെ പറ്റി അന്വേഷിച്ചു. നാരദസ്തു മഹാതേജ ദേവർഷി അമിതപ്രഭ, മഹാതേജസ്യം മഹാപ്രഭാവനും ദേവർഷിയുമായ നാരദൻ മേഘങ്ങളിൽ നിന്നുകൊണ്ട് പുഷ്പകത്തിലിരിക്കുന്ന രാവണനോട് പറയുകയുണ്ടായി. രാക്ഷസാധിപതേ സൗമ്യ തിഷ്ട വിശ്രവസസുത, അല്ലയോ വിശ്രവസസുത രാക്ഷസാധിപ, പ്രീതോസ്മി അഭിജിനോദ്ഭേദ വിക്രമൈരോർജിതൈസ്തവ. ചെല്ലു നിൽക്കൂ സൗമ്യ, കുലമഹിമ വളർത്തുന്ന നിന്റെ വമ്പിച്ച വീരകൃത്യങ്ങളിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. വിഷ്ണുവിന്റെ ദൈത്യസംഹാരവും ഗരുഡന്റെ സർപ്പധ്വംസനവും എന്നതുപോലെ നിന്റെ യുദ്ധങ്ങളും ഒക്കെ കണ്ട് ഞാൻ അത്യധികം സംപ്രീതനായി മാറി. കേൾക്കുമെങ്കിൽ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സമാധിം ശ്രവണേ ഗുരു, ശ്രദ്ധയോട് കൂടിയിട്ട് നീ അത് കേൾക്കുക ഞാൻ പറയുന്നതിനെ. മൃത്യുവശകമായിരിക്കുന്ന ഈ ലോകം ഇപ്പോൾ തന്നെ മൃതപ്രായമാണ്. ദേവന്മാർക്ക് പോലും അവധ്യനായ നീ അതിനെ വീണ്ടും കൊല്ലുന്നത് എന്തിനാണ്? ശ്രേയസ് എന്ത് എന്ന് ഒരിക്കലും അറിയാത്തതും മഹാദുഃഖങ്ങൾ നിറഞ്ഞതും ജരയാലും അനേകം വ്യാധികളാലും ബാധിതവുമായ ഇത്തരം ലോകത്തെ ഏതൊരാള് കൊല്ലും? എല്ലായിടത്തും എന്നും നിരവധി അനിഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഈ മനുഷ്യലോകത്തില് ബുദ്ധിമാനായ ഏതൊരുവൻ യുദ്ധത്തെ ഇഷ്ടപ്പെടും? വിശപ്പും ദാഹവും ജരയും കൊണ്ട് നശിക്കുന്നതും വിധിനിഹിതവും വിഷാദ ശോകാകുലവുമായ ലോകത്തെ നീ നശിപ്പിക്കരുത്. മഹാബാഹോ രാക്ഷസേശ്വര, മനുഷ്യലോകം ഇപ്രകാരം വിചിത്രാർത്ഥവും ഗതിയെന്തെന്ന് അറിയാത്തതുമാണ്. ചിലയിടത്ത് ആനന്ദത്തോടെ ജനങ്ങൾ വാദ്യനൃത്തങ്ങളിൽ മുഴുകും, മറ്റു ചിലരാകട്ടെ ദുഃഖാർത്ഥരായിട്ട് കണ്ണീർ വാർന്ന മുഖത്തോടു കൂടിയിട്ട് കേഴുന്നു. മാതൃ പിതൃ പുത്ര സ്നേഹത്താല്, ഭാര്യാബന്ധുക്കളിലുള്ള ആസക്തിയാല് ഇങ്ങനെയൊക്കെ മോഹിച്ചു മയങ്ങിയ ഈ ലോകം ക്ലേശം വരുന്നത് അറിയുന്നില്ല. അലമേനം പരിക്ലിശ്യ ലോകം മോഹനിരാകൃതം ജിത ഏവ ത്വയാ സൗമ്യ മർത്തലോകോ ന സംശയ. മോഹത്തിൽ മയങ്ങിക്കിടക്കുന്ന ഈ ലോകത്തെ ക്ലേശിപ്പിച്ചത് മതിയാക്കൂ സൗമ്യ, നീ മർത്യലോകത്തെ ജയിച്ചിരിക്കുന്നു, സംശയമില്ല. ഏവമുക്തസ്തു ലങ്കേശോ ദീപ്യമാനം സ്വതേജസ അബ്രവീൻ നാരദം തത്ര സംപ്രഹസ്യാഭിവാദ്യച. ഇത് കേട്ടപ്പോൾ ലങ്കേശ്വരൻ തേജസ് കൊണ്ട് ജ്വലിക്കുന്ന നാരദനെ വണങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷിയെ, ദേവഗന്ധർവ വിഹാര സമരപ്രിയ, അഹം സമുദ്യതോ ഗന്ധും വിജയാർത്ഥം രസാതലം. ഞാൻ രസാതലത്തെ കീഴ്പ്പെടുത്താനായിട്ട് പോകാനായിട്ട് പുറപ്പെടുകയാണ്. പിന്നെ 3 ലോകങ്ങളെയും ജയിച്ച് നാഗങ്ങളെയും സുരന്മാരെയും ഒക്കെ വശത്തിലാക്കി രസാലയമായ സമുദ്രത്തെ അമൃതിന് വേണ്ടിയിട്ട് കടയും. അതബ്രീത് ദശഗ്രീവം നാരദോ ഭഗവാൻ ഋഷി. ആ സമയത്ത് നാരദ മഹർഷി ദശഗ്രീവനോട് ചോദിച്ചു, ഇപ്പോൾ മറ്റാരും പോകാത്ത മാർഗത്തിലൂടെ നീ എങ്ങോട്ടാണ് പോകുന്നത്? അതിദുർഗമവും ദുർധർഷവുമായിരിക്കുന്ന ഈ മാർഗം നേരെ യമന്റെ പ്രേതരാജപുരത്തിലേക്ക് പോകുന്നതാണ്. ശരത്കാല മേഘത്തെ പോലെ ചിരിച്ചുകൊണ്ട് ദശമുഖൻ എനിക്ക് കഴിയുന്നത് തന്നെ എന്ന് പറഞ്ഞു. പിന്നീട് ഇതും പറയുകയുണ്ടായി, ബ്രഹ്മർഷി, വൈവസ്വതനെ വധിക്കാൻ ഒരുങ്ങിയ ഞാന് അതിനാൽ ആ സൂര്യാത്മജനായിരിക്കുന്ന നൃപനും വാഴുന്ന തെക്കേ ദിക്കിലേക്ക് പോവുകയാണ്. 4 ലോകപാലന്മാരെയും കീഴടക്കുമെന്ന് രണാർത്ഥിയായി ഞാൻ ക്രോധത്തോടെ ശപഥം ചെയ്തിട്ടുമുണ്ട്. അതിനാൽ ഞാനിപ്പോൾ പ്രേതരാജപുരത്തിലേക്ക് പോകും. പ്രാണികളെല്ലാം വിപത്തിൽപ്പെടുത്തുന്നവന് ഞാൻ മൃത്യുവിനെ വരുത്തും. ഏവമുക്താദ ശഗ്രീവോ മുനിതം അഭിവാദ്യച പ്രയോ ദക്ഷിണാമാശാം പ്രഹൃഷ്ട സഹമന്ത്രിഭി. ഇങ്ങനെ പറഞ്ഞ ദശഗ്രീവൻ മുനിയെ വണങ്ങി സന്തുഷ്ടനായ മന്ത്രിമാരോടൊപ്പം തെക്കേ ദിക്കിലേക്ക് പോയി.
നാരദസ്തു മഹാതേജ മുഹൂർത്തം ധ്യാനമാസ്ഥിത. മഹാതേജസ്യായ നാരദൻ മുഹൂർത്ത നേരം ധ്യാനത്തിൽ ആണ്ടു. പുകയില്ലാത്ത അഗ്നിയെപ്പോലെയുള്ള ദ്വിജേന്ദ്രൻ തുടർന്ന് ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി. ആയുസ് അവസാനിക്കുമ്പോൾ ഇന്ദ്രനടക്കമുള്ള ചരാചരങ്ങളടങ്ങിയ ജഗത്രയത്തെ എല്ലാം ആരാണോ ധർമാനുസൃതം ക്ലേശിപ്പിക്കുന്നത്, ആ കാലനെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയാണ്? മറ്റൊരു അഗ്നിയെപ്പോലെ ആരാണോ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്നത്, ലോകം ഏതൊരു മഹാത്മാവിനാൽ ആണോ സംജ്ഞ പൂണ്ട് വിളങ്ങുന്നത്, 3 ലോകങ്ങളും ആരെ പേടിച്ചാണോ എപ്പോഴും ഓടുന്നത്, അവനെ ഈ രാക്ഷസേന്ദ്രൻ എങ്ങനെയാണ് സമീപിക്കുന്നത്? ആരാണോ സുഹൃതങ്ങളെയും ദുഷ്കൃതങ്ങളെയും നൽകുന്നത്, ആരാണോ ത്രിലോകങ്ങളെയും ജയിച്ചിരിക്കുന്നത്, അവനെ എങ്ങനെ വിജയിക്കും? വേറിട്ട് എന്തൊരുക്കം ചെയ്താണ് ഇത് സാധിക്കുന്നത് എന്ന കൗതൂഹലത്താൽ ഞാനും യമലോകത്തിലേക്ക് പോകട്ടെ. ഇങ്ങനെ നാരദനും രാവണനും തമ്മിൽ നടക്കുന്ന ഒരു സംവാദത്തെയാണ്, അവരുടെ ആ കൂടിച്ചേരലിനെയാണ് ഈ സർഗത്തിലൂടെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.